നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെയാണ് വരയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ സ്കെച്ചിങ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11 ബുധനാഴ്ചയാണല്ലോ. അതുകൊണ്ടാണ് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ വരയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഏകാദശിയോടനുബന്ധിച്ച പെയിന്റിംഗ് ആയതിനാൽ ഈ വീഡിയോയിൽ ട്യൂട്ടോറിയൽ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തുടർന്നുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. തെക്കേ ഇന്ത്യയിൽ പ്രധാനമായും കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപഭേദമാണ് ഗുരുവായൂരപ്പൻ. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി എന്ന അർത്ഥത്തിലാണ് ഈ രൂപത്തെ ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചു പോരുന്നത്. രൂപഭാവങ്ങൾ കൊണ്ടും പൂജാരീതികൾ കൊണ്ടും മഹാവിഷ്ണു ആണെങ്കിലും ഭക്തജന വിശ്വാസമനുസരിച്ച് ഗുരുവായൂരപ്പൻ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണനാണ്. അതിൽ തന്നെ ഉണ്ണിക്കണ്ണനായാണ് ഭൂരിഭാഗം ഭക്തരും ഗുരുവായൂരപ്പനെ കാണുന്നത്. ഈ ഉണ്ണിക്കണ്ണനെയാണ് ഞാൻ ഇന്ന് ഇവിടെ വരയ്ക്കുന്നത്. ഐതിഹ്യപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യം നേടിയ ഈ ഭഗവാന് ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഇവയിലധികവും മലയാളികളുടെ കുടിയേറ്റത്തെ തുടർന്നാണ് രൂപം കൊള്ളുന്നത്. ഗുരുവായൂരപ്പനും അയ്യപ്പനും ഭഗവതിയും നാഗദൈവങ്ങളും കേരളീയ ഹൈന്ദവ ആരാധനയുടെ കേന്ദ്ര ബിന്ദുക്കളായി കണക്കാക്കപ്പെടുന്നു. പാതാളാഞ്ജനം എന്ന അപൂർവ ഇനം ശിലയിൽ തീർത്ത അതിമനോഹരമായ വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ്റേത്. ഏകദേശം 4 അടി ഉയരം ഉണ്ട് ഈ വിഗ്രഹത്തിന്. 4 കൈകളുള്ള വിഗ്രഹത്തിന്റെ പിറകിൽ വലതു കൈയിൽ സുദർശന ചക്രവും പിറകിലെ ഇടതു കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും മുന്നിലെ വലതു കൈയിൽ താമരയും മുന്നിലെ ഇടതു കൈയിൽ തല കീഴായി കൗമോദകി എന്ന ഗദയും പിടിച്ചിരിക്കുന്നു. ചില ചിത്രങ്ങളിൽ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ഓടക്കുഴലും കാണാം. കൂടാതെ വനമാലയും ശ്രീവത്സവും കൗസ്തുഭവും ഗോപിക്കുറിയും പീതാംബരവുമെല്ലാം വിഗ്രഹത്തിൽ ചാർത്തി വരുന്നുണ്ട്. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങളുടേതുപോലെ നിൽക്കുന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ വിഗ്രഹവും. കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തന്ത്രശാസ്ത്ര പ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 രൂപഭേദങ്ങളുണ്ട്. ഇവയിൽ 12 എണ്ണം അതിപ്രധാനമാണ്. കാഴ്ചയിൽ ഈ 24 പേരും ഒരേപോലെ തോന്നുമെങ്കിലും രൂപഭേദങ്ങൾ അനുസരിച്ച് ശംഖചക്ര ഗദാപത്മങ്ങൾ കാണപ്പെടുന്ന കൈകൾക്ക് വ്യത്യാസമുണ്ടാകും. പിറകിലെ വലതു കൈയിൽ ചക്രം, പിറകിലെ ഇടതു കൈയിൽ ശംഖ്, മുന്നിലെ ഇടതു കൈയിൽ ഗദ, മുന്നിലെ വലതു കൈയിൽ താമര എന്നിങ്ങനെ കാണപ്പെടുന്ന വിഷ്ണു വിഗ്രഹ രൂപത്തിന് ജനാർദ്ദനൻ എന്നാണ് പേര്. ഗുരുവായൂരടക്കം കേരളത്തിലെ ഭൂരിഭാഗം വൈഷ്ണവ ദേവാലയങ്ങളിലും ഈ രൂപത്തിലാണ് വിഗ്രഹമുള്ളത്. പാതാളാഞ്ജന ശിലയിൽ തീർത്ത മൂലവിഗ്രഹം കൂടാതെ വേറെയും 2 വിഗ്രഹങ്ങൾ ഗുരുവായൂർ ശ്രീലകത്തുണ്ട്. അവയിൽ വലതുവശത്തുള്ളത് പഞ്ചലോഹത്തിൽ തീർത്ത ആറാട്ടുതിടമ്പും ഇടതുവശത്തുള്ളത് സ്വർണത്തിൽ തീർത്ത ശീവേലി തിടമ്പുമാണ്. ആദ്യത്തെ വിഗ്രഹം ഇന്നത്തെ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട മാന്നാർ എന്ന സ്ഥലത്ത് വെച്ച് പണി കഴിക്കപ്പെട്ട അല്പം രൗദ്രഭാവത്തോടു കൂടിയ മഹാവിഷ്ണു രൂപമാണ്. ഇതിന് ഏകദേശം 1 അടി ഉയരം വരും. വർഷത്തിലൊരിക്കൽ ആറാട്ട് ദിവസം മാത്രമേ ഇത് എഴുന്നള്ളിക്കാറുള്ളൂ. രണ്ടാമത്തെ വിഗ്രഹം മുമ്പുണ്ടായിരുന്ന തിടമ്പ് കേടുവന്നതിനെ തുടർന്ന് 1975 പണി കഴിപ്പിച്ചതാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്ന വേലപ്പൻ ആചാരിയും പുത്രനായ കുട്ടനാചാരിയും ചേർന്നാണ് ഈ തിടമ്പ് പണി കഴിപ്പിച്ചത്. നിത്യശീവേലിക്ക് എഴുന്നള്ളിക്കുന്നത് ഈ വിഗ്രഹമാണ്. കേരളത്തിലെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങൾ കാണാം. അവയിലധികവും ഗുരുവായൂരിലെ വിഗ്രഹത്തിന്റെ രൂപത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും അപൂർവം ചിലതിൽ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലും വരച്ചു കാട്ടാറുണ്ട്. ഈ രൂപത്തിലുള്ള ചിത്രങ്ങളിൽ ഭഗവാൻ ചുവന്ന പട്ടുകോണകം ചാർത്തി വലതു കൈയിൽ വെണ്ണയും ഇടതു കൈയിൽ ഓടക്കുഴലും പിടിച്ച രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഗുരുവായൂരപ്പന്റെ ഉഷപൂജ സമയത്തെ ദർശന രൂപമാണിത്. ഉഷപൂജയ്ക്കുള്ള ഈ രൂപം കൂടാതെ പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കുമായി വേറെയും 2 അലങ്കാരങ്ങളുണ്ട്. ഇവയിൽ ഉച്ചപൂജയ്ക്കുള്ള അലങ്കാരം ഓരോ ദിവസവും ഓരോ രൂപത്തിലാണ്.
സാധാരണയായി ശ്രീകൃഷ്ണ രൂപങ്ങളിൽ അവയിൽ തന്നെ ഉണ്ണിക്കണ്ണന്റെ രൂപങ്ങളിൽ തന്നെയാണ് അലങ്കാരം ഉണ്ടാകാറുള്ളതെങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ മറ്റുള്ള അവതാരങ്ങളായും അത്യപൂർവമായി മറ്റുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ മൂർത്തികളായും ഗുരുവായൂരപ്പനെ അലങ്കരിക്കാറുണ്ട്. കൂടാതെ യഥാരൂപത്തിൽ തന്നെ ഭഗവാനെ അലങ്കരിച്ചു വരാറുണ്ട്. ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയ്ക്കുള്ള അലങ്കാരം അതിവിശേഷമാണ്. പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത്. കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗൃഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം. മഹാക്ഷേത്രമായ ഗുരുവായൂരിൽ നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുണ്ട്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അന്നാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനാചരണം നടത്തുന്നത്. കൂടാതെ ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനന് ഗീതോപദേശം നടത്തിയ ദിവസം, വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഗുരുവായൂരിലെത്തുന്ന ദിവസം എന്ന പ്രത്യേകത കൂടി ഈ ദിവസത്തിന് ഉണ്ട്. ഈ ദിവസം ഗീതാ ദിനമായും ആഘോഷിക്കുന്നു. ഏകാദശി ദിനത്തിൽ ഭഗവാനെ സന്ദർശിക്കുവാനും പ്രസാദ ഊട്ടിനുമായി ഗുരുവായൂരിൽ ഭക്തലക്ഷങ്ങളാണ് എത്തുക. ഏകാദശി ദിവസം ഭക്തർക്ക് അരിഭക്ഷണമില്ല. എന്നാൽ ഭഗവാന് സാധാരണ പോലെയാണ്. ഗോതമ്പ് ചോറും പായസവും അടങ്ങുന്ന ഏകാദശി പ്രസാദം രാവിലെ മുതൽ വിതരണം ചെയ്യുന്നത് അന്നത്തെ പ്രത്യേകതയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.